വർഷങ്ങൾക്ക് മുമ്പ് സ്വകാര്യ വ്യക്തി കയ്യേറിയ അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ഗവൺമെന്റ് LP സ്കൂളിന്റെ സ്ഥലം തിരിച്ചുപിടിക്കാൻ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് നിയമ നടപടി തുടങ്ങി. സ്വകാര്യ വ്യക്തി കയ്യേറിയ സ്കൂളിന്റെ സ്ഥലം തിരിച്ചുപിടിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രമേയം പാസാക്കി. ഭൂമി മറ്റൊരാളുടെ പേരിലായത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്നും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. അയ്യപ്പൻകോവിൽ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന 47 സെന്റ് ഉൾപ്പെടെ 84 സെന്റ് റവന്യൂ ഭൂമി സ്കൂളിന് കളിക്കളം നിർമ്മിക്കാൻ 1993 ദേവികുളം RDO ആണ് സ്കൂളിന് വിട്ടു നൽകി ഉത്തരവായത്. 1995 വരെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന വില്ലേജ് ഓഫീസ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെങ്കിലും കുട്ടികൾക്ക് കളിസ്ഥലം നിർമ്മിക്കാൻ നടപടിയുണ്ടായില്ല. അതിനിടെ ഇതിനോട് ചേർന്ന് താമസിക്കുന്ന സ്വകാര്യ വ്യക്തി ഭൂമി കൈവശപ്പെടുത്തുകയും തുടർന്ന് ഭാര്യയുടെ പേരിലേക്ക് മാറ്റി രേഖയുണ്ടാക്കുകയും ചെയ്തു. പഞ്ചായത്തും സ്കൂൾ അധികൃതരും ഭൂമിയുടെ കാര്യത്തിൽ അന്ന് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചു. പിന്നീട് PTA കമ്മിറ്റിയിൽ പ്രശ്നം ഉയർന്നു വരികയും 2012-ലും 2023-ലും പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശി ആരാണെന്ന് വ്യക്തമല്ലെന്ന് പറഞ്ഞ് റവന്യൂ വകുപ്പ് പരാതിയിൽ എതിർ നിലപാട് സ്വീകരിച്ച് സ്ഥലം കയ്യേറിയ സ്വകാര്യ വ്യക്തി മുൻപ് റവന്യൂ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഇതാണ് റവന്യൂ വകുപ്പ് പ്രശ്നത്തെ അവഗണിക്കാൻ കാരണമെന്നാണ് ആക്ഷേപം. RDOയുടെ ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോഴും സ്കൂൾ രേഖയിലുണ്ട്. ഇക്കാര്യം ബോധ്യപ്പെട്ടതോടെ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി പ്രശ്നം ചർച്ച ചെയ്യുകയും ഭൂമി വീണ്ടെടുക്കുന്നതിനാവശ്യമായ നടപടി ആവശ്യപ്പെട്ട് പ്രമേയവും പാസാക്കുകയും ചെയ്തു. നമ്മുടെ മാട്ടുക്കട്ട ഗവൺമെൻറ് സ്കൂളിൻ്റെ കുറേയേറെ സ്ഥലം കളിക്കളം അവിടെ ഉണ്ടായിരുന്നു. അത് ഒരു സ്വകാര്യ വ്യക്തി സ്വന്തം പേരിലാക്കിയെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫയൽ നമ്പർ അടക്കം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റേ കൊടുക്കുന്നതിനായിട്ട് ഭരണസമിതി ഇന്നലെ കമ്മിറ്റി തീരുമാനിച്ചു. ദേവികുളം RDO 84 സെൻറ്റ് സ്ഥലം സ്കൂളിന് കളിസ്ഥലമായി അനുവദിച്ചിട്ടുള്ളതായിരുന്നു. എന്നാൽ ഈ കളിസ്ഥലം ഒരു സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരിക്കുന്നതായി മനസ്സിലാക്കി സ്കൂൾ PTA താലൂക്കിലേക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഇതിൻ പ്രകാരം സ്കൂളിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന 47 സെൻറ്റ് സ്ഥലം മറ്റൊരാൾ കൈവശം വെച്ചതായി കാണപ്പെടുകയും അത് തിരിച്ചെടുക്കുന്നതിനായിട്ട് സ്കൂളിൻ്റെ കളിസ്ഥലത്തിനായി തിരിച്ചെടുക്കുന്നതിനായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി ഇന്നലെ പ്രമേയം പാസാക്കുകയും ചെയ്തു. സ്കൂളിന് അനുവദിച്ച ഭൂമി എങ്ങനെ മറ്റൊരാളുടെ പേരിലായെന്നും ആരാണ് സഹായിച്ചതെന്നും തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തി ഇവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്നും പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിലവിൽ സർക്കാർ LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കളിക്കളം ഇല്ലാത്ത അവസ്ഥയാണ്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകേണ്ടതുണ്ടെന്ന് പ്രദേശവാസികളും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.